ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? നമ്മുടെ പാടത്ത് കൊയ്ത്ത് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയിലേക്ക് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൊയ്ത്തിൻ്റെ ആദ്യത്തെ ആരംഭമാണ്. കുറേ കാറ്റൊക്കെ അടിച്ച് താഴെ വീണിട്ടുണ്ട്. അത് കിടക്കുന്ന കണ്ടില്ല. അതൊക്കെ കൊയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ആ വണ്ടി ഇറങ്ങുന്നിടത്ത് വെച്ച് കൊയ്യും, ഇല്ലെങ്കിൽ ഇല്ലാത്തത് കൈ കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ. ഇതെല്ലാം വെച്ച് ഇവിടെയൊക്കെ ഇച്ചിരി പാടാണ്. ഇത് വീണ് കിടക്കുന്നിടത്തേ പണ്ട് ബാക്ക് എടുത്ത് പിന്നെയും ഫ്രണ്ട് പോയി പിന്നെയും ബാക്ക് എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ വയ്ക്കുവാണെങ്കിൽ സുഖമോ, എളുപ്പം കട്ട് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ഇവിടെ ഇത് കൊയ്ത് അധികം വന്ന സ്ഥലത്ത് പിന്നെ രണ്ടാമത് ഇട്ട് കൊയ്ക്കുക. വീണ് കിടക്കും അവിടെ. കുറേ ഭാഗത്തൊക്കെ താഴുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാലും വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും കയറി കട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് സൈഡിൽ കൂടെ ആ വേസ്റ്റ് പോകുന്ന പുല്ല് പോകുന്ന സ്ഥലം, കച്ചി ആ സൈഡിൽ കൂടെ പോവും. ആ നെല്ല് വന്നിട്ട് ഇവിടെ വീഴും ഇതുവഴി. നമ്മൾ ആൾക്കാരാരെങ്കിലും ഒരാൾ കൂടെ ഇല്ലെങ്കിലും ഇവർ വീണ് കിടക്കുന്നിടത്തൊന്നും കൊയ്യത്തില്ല. അവരിട്ടിട്ടങ്ങ് പോകും. ഓരോ വണ്ടിയിലും ഒരാൾ കയറേണ്ടി വരും. 8 വണ്ടി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കണം. ഈ മുണ്ടി ഉണ്ടല്ലോ, കൊക്ക്, ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കും. വണ്ടി വന്നാലും പോകത്തില്ല. ഇതിനിടയ്ക്ക് വീണിട്ട് ചിലപ്പം പറന്നു പോയില്ലെങ്കിൽ അതിനകത്ത് വിടും. ഇത് അവസാനം വന്ന സ്ഥലങ്ങളാണ് വീണ് കിടക്കുന്നത്. അത് ഒരു വണ്ടി വിട്ടിട്ട് നമ്മളെല്ലാം കൊയ്തെടുക്കും. അതുകൊണ്ട് വീണ് കിടക്കും ഇവിടെ എല്ലാം. പാടാണ് അങ്ങനെ കൊയ്തെടുക്കാൻ. ആ ഭാഗമൊക്കെ കൊയ്യാനുണ്ട്. ലോഡായിട്ടുണ്ട്. നമ്മൾ തിരിക്കുക വിടുന്നു. ലോഡ് തട്ടിയിട്ട് വീണ്ടും വരും. ഇതെല്ലാം ഫുള്ളായി, വണ്ടി ഫുള്ളായതോ. ഒരു പാത ശരിയായില്ലെങ്കിൽ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനാദ്യം അതും പാത ക്ലിയർ ചെയ്യും. മഴയും കൂടെ പെയ്തായിരുന്നു ഇതിനിടയ്ക്ക് കൊയ്ത്തിൻ്റെ സമയത്ത്. മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കൊയ്യാനും പറ്റത്തില്ല. വണ്ടി പോകുന്നിടത്തെല്ലാം താഴ്ന്നു പോകും. നമ്മളിങ്ങനെ നീളത്തിൽ പടുത വിരിച്ചിടും, അതിനകത്തേക്ക് കൊണ്ടുവന്ന് തട്ടും. അത് വെള്ളം കയറാത്ത സ്ഥലത്ത് നമ്മൾ അടിയിൽ ഇങ്ങനെ കച്ചിടും, അതിന് മുകളിൽ പടുത ഇടും, അടിയിൽ നിന്ന് വെള്ളം കയറാത്ത രീതിയിൽ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ സമയം. കുറച്ച് ആൾക്കാർ കൂടെ വേണ്ടി വരും. ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. മഴയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇതുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് അവർ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാധനങ്ങൾ വരുമ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന പുള്ളിയാണ് നിൽക്കുന്നത്. പടുത വിരിച്ചിടും. മഴ വരുവാണെങ്കിൽ പടുതല്ല അതിൻ്റെ മുകളിൽ എടുത്തിടുന്നതാണ്. വേറെ കുറച്ച് പേരുണ്ട്. ഇതെടുക്കുമ്പം തന്നെ അതിൽ നിന്ന് തട്ടത്തില്ലേ, ചാക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന. അവർ നിറയ്ക്കുന്നതിന് അവർക്ക് പ്രത്യേകം പൈസ. അങ്ങനെ വീഴുമ്പോൾ ചാക്ക് പിടിച്ചുകൊണ്ടിരിക്കും. മഴയാണ്, എല്ലാം മൂടിയിട്ടിരിക്കുക.
മഴ നല്ലതുപോലെ പെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം അകത്ത് കയറുവാണെങ്കിൽ അത് കിടന്ന് കിളിക്കും. അതിന് മുന്നേ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ കയറ്റി വിടേണ്ടി വരും. മഴ പെയ്യുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. ലോറി വന്ന് ലോറിയിലോട്ട് നമ്മൾ കയറ്റും. ലോഡായി ആ ലോഡ് അങ്ങോട്ട് മാറ്റി വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അത് കെട്ടിയിട്ട് അവർ പോകും. അടുത്ത ലോഡിനുള്ള വണ്ടി അവിടെ കിടപ്പുണ്ട്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് 2-3 വണ്ടി നമ്മൾ കയറ്റി വിടുക. ബാക്കി ഇനി കൊയ്യാനുള്ളതിന് ഒരു 2 വണ്ടി നിർത്തും. ബാക്കിയെല്ലാം കയറ്റി വിടും. ബാക്കി 6 വണ്ടി. അത് ഓരോ വണ്ടിക്കും ഓരോ ലോറിയുണ്ട്, അതിൽ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. നമ്മളവിടുത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കുറച്ച് ലോഡ് പോയി. ഇനി കുറച്ചും കൂടെ കിടപ്പുണ്ട്. അതുകൂടെ കയറ്റി വിടണം മഴയ്ക്ക് മുന്നേ. മഴക്കോളും ഇപ്പോൾ ഉണ്ട്. ഈ വണ്ടി കയറ്റാൻ പോവുക. ഇവരെല്ലാം തമിഴ്നാട്ടിലെ ആൾക്കാരാണ്. വണ്ടിയും ഒരു ടെക്നീഷ്യനും കാണും ഇവരുടെ കൂടെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഇത് കംപ്ലൈൻ്റ് ആവും, ഓരോ പ്രശ്നങ്ങളാണ്. ചിലത് നെല്ല് വീഴുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഗ്യാപ്പ് കൂടും. അപ്പോൾ നെല്ല് വേസ്റ്റിലോട്ട് പോകും, തിരിച്ച് കണ്ടത്തിലോട്ട് തന്നെ വീഴും. അതൊക്കെ അതിന് അരിപ്പയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും കംപ്ലൈൻറ്റ്, എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരും. ചിലപ്പോൾ ആ കൊയ്യുന്ന ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, അത് വർക്കിംഗ് ആവത്തില്ല. അന്നേരം എപ്പോഴും ഒരാൾ കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അവിടെ ഇച്ചിരി പാടാണ് കയറാൻ, ചെറിയൊരു പൊക്കം പോലെ. വണ്ടി കയറി ഇങ്ങനെ കുത്തനെ കിടക്കുമോ. ആ നിൽക്കുന്ന ആളെ വണ്ടിയുടെ ഓണർ. ഓരോ വണ്ടികളും കയറ്റി ഇതുണ്ട്. ഇവിടെ ഇച്ചിരി പാടുള്ളത് കൊണ്ടാണ്. ഇറങ്ങാൻ നേരത്തെ നമ്മൾ പേടിച്ചു പോയി. നമ്മൾ വിചാരിച്ച എല്ലാം കൂടെ പൊങ്ങി താഴെ വീഴുവാന്നൊന്ന് കരുതി. അതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഈ മഴയാകുമ്പോഴത്തേന് അവിടെ ഇട്ടിരുന്ന മണ്ണെല്ലാം ഒലിച്ചു പോകും. ഒലിച്ചു പോകുമ്പോൾ അവിടെ കുഴി പോലെ ആവും. അവിടുത്തെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ഇവർ കറക്റ്റായിട്ടല്ല കയറ്റിയതേ. ഇവർ ഭയങ്കര ഉഴപ്പായിരുന്നു. അങ്ങനെ ഇവിടെ കിടന്ന് കുറച്ചൊക്കെ കിളിച്ചു. അതെല്ലാം മാറ്റി വീണ്ടും റീപാക്കിങ് ചെയ്ത് അങ്ങനെ കൊടുത്തു വിട്ടു. ഭയങ്കര മഴക്കോളാണ്. ഇതുണ്ടോ, പിന്നെ നമ്മുടെ ഈ വർഷത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞു. വണ്ടിയെല്ലാം സാധനങ്ങളെല്ലാം കയറ്റി വിട്ട്